ഷാജേട്ടനെ ആരാധിക്കുന്ന ഒരുപാട്. ഞാൻ ഈ ഓണാഘോഷത്തിന് ആരാധന കേട്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് ആദരവൊക്കെ തന്നു. അത്രയും ആൾക്കാർക്ക് നമ്മൾ തള്ളക്കി വിളിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ ചുണ്ടത്ത് ചിരി വളരെ ആത്മാർത്ഥമായിട്ട് വരുന്നെങ്കിൽ അവിടുത്തെ ഗൃഹനാഥൻ ഏറ്റവും മാന്യനും സഹകരണ മനോഭാവമുള്ള മനുഷ്യനാണ്. ചേച്ചിയുടെ മൂത്ത കുഞ്ഞായിട്ട് തന്നെ ചേച്ചി പരിഗണിക്കുന്നത്. അടിക്കുകയൊക്കെ ചെയ്തു. ആദ്യം പറയും, രണ്ടാമത് കേട്ടില്ല, അപ്പോഴും സാധനം എടുത്തിട്ടില്ല, ഇറങ്ങിപ്പോടാ. ഒരിക്കലേ ഉരുളക്കിഴങ്ങ് എടുത്തെറിഞ്ഞ് കിടക്കയിലെ കൃഷ്ണകുട്ടിയുടെ തലക്കായിരുന്നു കൊണ്ടത്. അറിയാവോ? ഞാൻ കുഴിഞ്ഞു. നമ്മൾ ആരും അഡ്ജസ്റ്റ് ചെയ്തൊന്നുമല്ല. കറക്റ്റ് സത്യങ്ങളെല്ലാം പുറത്തേക്ക് ഓടിക്കോ. നെഗറ്റീവ് സ്റ്റാർ ആയിരിക്കുന്നത് പുള്ളിയായി പറയുന്നു. പോവാൻ നേരത്തെ 100 രൂപ തന്നാൽ മതി. പുതിയ പടമായി. അന്നേരം ഉമ്മാരൊക്കെ പോയി ചന്ദനത്തിലേക്ക് മേടിച്ചോന്നല്ലേ. പുതിയ പടമായി കത്തിച്ച് വെച്ച്. നവരത്ന തോരണം ഞങ്ങളുടെ സ്വന്തം റംബൂട്ടാൻ കായുണ്ടായിരുന്നു ഇപ്രാവശ്യം കുറെ ഉണ്ടായി. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇത് കണ്ടോ അരകല്ലിൻ സെറ്റപ്പ് ഒക്കെ. അത് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് കഴുകി വെച്ചാണോ? ഇവിടെ ചേച്ചി അരയ്ക്കാറുണ്ടോ? ഇപ്പഴും കല്ലയിലരയ്ക്കോ? താനെന്തൊരു രോഗിയാണോ? അതുകൊണ്ട് എനിക്ക് വായിക്കായിട്ട് വല്ലതും തിന്നാൻ പറ്റില്ല. അല്ല, ഈ മിക്സി ഒക്കെ വന്ന കാലത്ത് ചേച്ചിനെ കൊണ്ട് കല്ലയിലരപ്പിക്കാവോ? അവർക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിടന്ന് വൈകുന്നേരം എക്സർസൈസ് തടി കുറയ്ക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ പുള്ളി അങ്ങനെയാണോ? അങ്ങനെയൊന്നും ഈ കല്ലേലരച്ചൊന്നും തടിയൊന്നും കുറയാൻ പോകുന്നൊന്നുമില്ല. ആ കല്ലിന് അരവ് കൂടുന്നല്ലാണ്ട് തടിയൊന്നും കുറയാണെങ്കിൽ മില്ലിൽ കൊണ്ട് അർപ്പിക്കണം. എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്റെ ഐഡിയ. നിങ്ങളോടൊരു ഇന്റർവ്യൂ ചോദിച്ചതും ഫാമിലി ആയിട്ട് ചോദിച്ചതും എന്റെ ഐഡിയ. വെച്ചിട്ട് അമ്മക്കേ കണ്ടോ കാണാം. ഈ കീറാനുള്ള വിറക് ആവശ്യമാണ്. എന്തിനാ ഒരു ഹോം ടൂറിനെ പന്നയാക്കുന്നു? ഓ, ചേട്ടൻ ചെയ്തതാണെന്നോ? ഓ, പ്രേക്ഷകരെ ശ്രദ്ധിക്കും. ഞാൻ ഓർത്ത് നമ്മള് വിറക് കാണാത്തവരാണെന്ന് ഓർത്തിട്ട് എന്നെ കാണിക്കുന്നതാണ് വിചാരിച്ചല്ല. എന്റെ എക്സർസൈസ് ഈ വിറക് കീറി, അതായത് 8 ദിവസത്തെ പണി കഴിഞ്ഞ് മഴവിൽ മനോരമയെന്ന് തിരിച്ചെത്തുമ്പോ ഇട്ട് കൊടുക്കും. പിന്നെ എന്തൊക്കെയാണ്? മോട്ടോർ വെച്ചിട്ടുണ്ടോ? അതോ എപ്പോഴും? അല്ല, മോട്ടോർ വെച്ചിട്ടുണ്ട്. കറണ്ട് പോകുമ്പോ കോരും. അതിനെ ചേട്ടാ കറണ്ട് പോകുമ്പോ ഇങ്ങനെ കാണിക്കുന്നത്? അവര് പോരും. ഞാനും വിളിച്ചല്ലോ. കറണ്ട് പോകുന്ന നോക്കിയാണോ പോകുന്നത്? കറണ്ട് പോകുന്ന 2 മിനിറ്റ് മുമ്പ് ദൈവം എന്നെ വിളിക്കടാ, പുറത്തിറങ്ങിക്കോളാം. അപ്പൊ തന്നെ ഇല്ലെങ്കിൽ പോലും മറ്റേ ഷാജി മറ്റേ റിംഗ് ടൂണ് മറ്റേ തന്നെത്താനെ പ്ലേ ചെയ്തിട്ട് അല്ലെ ഫോൺ വന്നെന്ന് പറഞ്ഞ് പോവായിരിക്കും. നിങ്ങൾ ഇപ്പം 70 വർഷമായിരുന്നല്ലേ പറഞ്ഞ ഈ വീടും സ്ഥലവും? എന്നെക്കാട്ടിൽ മൂത്ത നമ്മളിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ 70 വർഷം. നമുക്കൊക്കെ ഒരുപാട് മുമ്പുള്ളതല്ലേ, നമുക്ക് അതിന്റെ കാലൊക്കെ മാറിയിട്ടില്ല. ഇതിപ്പം ഇനിയിപ്പോ നിങ്ങൾ പുതിയ വീട് വെക്കാനുള്ളതാണ്. അതെ, ഇവിടെ ആദ്യം തന്നെ ചേച്ചി പറഞ്ഞായിരുന്നു പുതിയ വീട് വെക്കാൻ പോവാന്ന്. അപ്പൊ ഇപ്പൊ വീടിന് നല്ല തണുപ്പുണ്ട് നിങ്ങളുടെ വീടിനകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കൂളിംഗ് ഉണ്ട്, എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് തന്നെ റെനോവേറ്റ് ആണോ അതോ ഫുള്ള് പൊളിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും? അപ്പോഴും നല്ല തണുപ്പ് കിട്ടത്തില്ല. ഓർമ്മയുണ്ട്. ചേച്ചി ചേട്ടൻ കാല് കുത്തിയത് ചേച്ചിയുടെ കൂടെ ഉള്ളപ്പോഴാണോ അതോ കല്യാണത്തിനൊക്കെ മുന്നേ ആണോ? കുറച്ച് നാളായിട്ടല്ലേ. ആണോ? അതിനാ അവളെ തന്നെ കൊണ്ട് കുത്തിച്ചത്. ആണോ? അതന്നെ ചേച്ചി ചില സ്ഥലത്തുനിന്നൊക്കെ ആഗ്രഹം. എന്തായിരുന്നു ആഗ്രഹം? പറ. അത് കുത്തണം എന്നുള്ള പുള്ളി പറഞ്ഞു. പോകാം, വാടാ, എനിക്ക് പെൺപിള്ളേരില്ല, മടിയിലിരുത്തി കുത്തിച്ചിട്ട് കുത്തിയതാണല്ലേ? മടിയിലിരുത്തിയാണോ കുത്തിയത്? കരഞ്ഞു വന്നിട്ട് കുത്താൻ പോയപ്പോ എന്തും വിരുമാറ് ആണേ കടിച്ച് കഴിക്കുന്ന കാരണം ശരീരത്തിൽ വിലയുള്ള എന്തെങ്കിലും ഒരു സാധനം കിടക്കട്ടെ നമ്മൾ വിചാരിച്ചു. ആളിനോ വിലയില്ല. സ്വർണത്തിന് ഇപ്പൊ സ്വർണത്തിന് വിലയൊക്കെ ഉണ്ട് ചേട്ടാ, പിന്നെ ഭയങ്കര വിലയായി. ഞാന് ഒരു പ്രാവശ്യം ഒരു ഷൂട്ടിന് പോയിട്ടേ പൈസ ഒന്നും കിട്ടാതെ, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ അവിടുന്ന് ഒരു പാണ്ടിലോറിക്ക് കയറി തമ്പാൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവിടെ രാത്രി കണ്ണൂർ എക്സ്പ്രസ്സിന് പാണ്ടിക്കാരെ കിടക്കത്തില്ലേ ഈ കക്കൂസിനൊക്കെ സൈഡിൽ, അവരുടെ കൂടെ കയറി കിടന്നിട്ട് ഞാൻ ഇവിടെ വരെ വന്നു.
ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ 18 ദിവസം ടൈഫോയിഡ് ആയിപ്പോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും അത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ ഞാൻ സ്വർണ്ണമൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്, ഒരു സാധനം അങ്ങനെ ഉപയോഗിക്കത്തില്ല, വാച്ച് പോലും കിട്ടത്തില്ല. എന്നാൽ പോയി ഇന്നൊരു സാധനം ഫാഷന് വേണം, ചുമ്മാ കിടന്നു എവിടെയെങ്കിലും പോയി ഇതുപോലെ ഇദ്ദേഹം ആയതുകൊണ്ട് ഷാജനായതുകൊണ്ട് ചിലപ്പം ആൾക്കാർ വരച്ചിട്ട് പോകും, അതുകൊണ്ട് കിടക്കട്ടെ കരുതലാണ്. അങ്ങനെ പുള്ളി ചെയ്തത്. എനിക്ക് എന്റെ ചിരിയാണ് കണ്ണീരാക്കി. വിശപ്പ്, പട്ടിണി, കഷ്ടപ്പാട് ഇതൊക്കെ കേൾക്കുമ്പോ ആ ക്യാരക്ടേഴ്സ് ഒക്കെ മാറും അവിടെ നിന്ന്, പിന്നെ നമ്മളാവും. ഇതിപ്പോ അങ്ങനെ ഭയങ്കര പട്ടില്ല. ഇപ്പൊ ആൾക്കാരെല്ലാം സ്ഥിരം മറ്റേ ഇന്റർവ്യൂ പണ്ട് കുറെ അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള സാധനങ്ങളും നമുക്കൊരു താല്പര്യം. നിങ്ങളെ കൊണ്ട് അനുഭവിച്ചത് എല്ലാ ആൾക്കാരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പാട്. ചേച്ചി അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ 3 പേരെ കൊണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ചേട്ടനോട് ഞാൻ എല്ലാവരും ചോദിക്കാതിരിക്കാന്ന്, ചേച്ചി പണ്ട് ചേട്ടനെ കല്യാണം കഴിക്കുന്നത് ഇപ്പൊ പെട്ടെന്നൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് വന്ന് പെണ്ണ് ചോദിച്ചു കല്യാണം കഴിച്ചപ്പോ ഇങ്ങനെ വീട് ചേച്ചിക്ക് അറിയാമായിരിക്കല്ലോ, മീൻസ് ഇവരുടെ ഫാമിലിനെയൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് പോരുന്നു. ഫാമിലിയിൽ എല്ലാവർക്കും ജോലിയൊക്കെ ആ സമയത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിരുന്നോ ചേച്ചിമാർക്കൊക്കെ? അങ്ങനെ നോക്കുമ്പോ ഷാജേട്ടന്റെ കൂടെ പോകുന്നപ്പം പിന്നീട് ഷാജേട്ടന് കുറച്ച് നാള് പണിയൊന്നും ഇല്ലാണ്ട് ഷാജേട്ടൻ തന്നെ പറഞ്ഞു ഒരു കറങ്ങി തിരിഞ്ഞ് ഇപ്പോഴാണ് ഷാജേട്ടനൊരു ലെവലായത്. അതിന് മുന്നേ ഒരു ഷാജി ഉണ്ടല്ലോ, അത് ചേച്ചിക്കും മക്കൾക്കും മാത്രം അറിയാവുന്ന ഒരു ഷാജി. അപ്പൊ അതെങ്ങനെയുണ്ടായിരുന്നു ആ കാലഘട്ടം? ചേച്ചി എങ്ങനെയാ അതിജീവിച്ചത്? ഇവിടെ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേട്ടൻ ഓക്കെ ആയിരുന്നു. അല്ല എനിക്ക് അവർക്ക് അവരുടെ കാര്യത്തിൽ സേഫ് ആയിരുന്നു. പിന്നെ നമ്മളുടേതായ കുറച്ച് പൈസകൾ ഇല്ലല്ലോ എന്നൊരു വിഷമം അത് അവളെപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഇപ്പം പുള്ളി ആ പറച്ചിലില്ല. നമ്മുടേതായിട്ടുള്ള നമുക്കൊരു കാര്യത്തിന്, അതായത് എന്ത് വേദനം ഞാൻ ഉണ്ടാക്കി കൊണ്ടിരുന്ന പൈസ അത് മതി. 1 രൂപയാണെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിക്കാമല്ലോ. അരി കിട്ടുന്നല്ല. മനസ്സിലായി. അത് ചേച്ചി ഞാൻ പറഞ്ഞത് തന്നെ. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും എന്തായിരുന്നു ജോലി? അധ്യാപകരാ. ശരി, ചേട്ടൻ എന്നോട് പറഞ്ഞത്. ചേട്ടൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്, പെൻഷനുണ്ട്. ഓക്കെ, ഫാമിലി ഓക്കെ ആണെങ്കിലും ചേട്ടൻ അല്ലെ, എല്ലാരും നോക്കുമ്പോ അവരുടേതായ പ്രൊഫഷനിൽ നിൽക്കുമ്പോ ചേട്ടന്റെ എന്തുണ്ടെന്നുള്ളത്. ഇനി മഴനോട് ബസർ അടിക്കുമ്പോ ആദ്യം ഈ ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ആദ്യം വഞ്ചേച്ചു ഷാജിയെ ഷാജി അല്ലേ, ഷാജിയുടെ ഇന്ത്യ നിർത്തുന്നു. ഷാജി ചേട്ടാന്നല്ലേ വിളിക്കുന്നത്? ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളാണ് എന്റെ അടുത്ത്. എനിക്കും അങ്ങനെ ഉണ്ട് ചേട്ടാ. എനിക്ക് ബഹുമാനം ഇല്ലെന്ന് കുറഞ്ഞതായിട്ടൊക്കെ തോന്നുന്നു. കണ്ടായിരുന്നു അവിടെ വന്നപ്പോ മുണ്ടഴിച്ചിട്ട് ഇങ്ങനെ നമസ്തേ പറഞ്ഞായിരുന്നു. അത് അവന്മാരെല്ലാരും കണ്ടു. ഗുഡ് മോർണിംഗ് സാർ അങ്ങനെ കണ്ടായിരുന്നു. എനിക്ക് ബഹുമാനക്കുറവുണ്ടോ? അല്ല, ഞാൻ നല്ല ബഹുമാനത്തില് സ്നേഹത്തിലല്ലേ. നമുക്ക് അങ്ങനെ ബഹുമാനം വേണ്ട, സ്നേഹം മതി. സ്നേഹം മതി. അതാണ് ഞാൻ വാരിക്കോരി കൊടുക്കുന്ന ആളാ. എനിക്ക് അറിയില്ല അതെന്താണെന്ന്, എവിടെയൊക്കെ എനിക്ക് വരുന്നത്. അപ്പുറത്തൊരു ബാഗ് ഇരിപ്പുണ്ട്, ഞാനൊരു ബാഗ് വെച്ചില്ലേ, അതിന്റെ സ്നേഹത്തിന്റെ ബാഗാ. പോകുന്നിടത്തിൽ ഇങ്ങനെ വെതറാനുള്ള. ഇവരുടെയൊക്കെ പേരെന്തൊക്കെയാ? ഇത് മരിയ, വേർത്ത് കുളിച്ചു നിൽക്കുന്ന കുട്ടി. മരിയനെ കാണിക്കു ചേട്ടാ, മരിയനെ കാണിക്കു. ഇത് വേർത്ത് കുളിച്ചു നിൽക്കുന്ന ഞങ്ങള് ചേട്ടന് ഭയങ്കര വിഷമം അല്ലെ, വേർത്ത് വെയിലത്ത് മുട്ടയിടുന്ന കണ്ടിട്ട് വിഷമം. മരിയ. ഇത് ശരത്തേട്ടൻ. ശരത്തേട്ടൻ കാണിക്കും മരിയെ. ശരത്തേട്ടൻ എന്റെ കൂടെ 2 വർഷമായിട്ട് ഉള്ള ആളാണ്. ഞങ്ങൾ ഒന്നിച്ച് വിവിധ ചാനലുകളിൽ വർക്ക് ചെയ്ത് വീണ്ടും ഇപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന. ഇനി കൗണ്ടർ അടിക്കരുത്. ഇല്ല, എന്നാലും വന്നതല്ലേ, മറ്റേ വിഴുങ്ങണ്ട, അന്ന് പറഞ്ഞല്ലോ വിഴുങ്ങണ്ട, വിട്ടോ. നല്ല മനുഷ്യനാ, നല്ല മനുഷ്യനാ. കുറ്റവും തോന്നുന്നില്ല. ഇതുപോലെ തന്നെ ഷായിച്ചേട്ടനെ പോലെ തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഭാര്യയുണ്ട്. ചത്തട്ടൻ മിണ്ടരുത്. ഇതുപോലെ തന്നെ 2 ആമ്പിള്ളേരാണ്. അവരും നല്ല രസമാണ്, നല്ല സ്നേഹമാണ്. ഇതുപോലെയല്ല ആമ്പിള്ളേർ, ഇതുപോലെയല്ല 2 ആമ്പിള്ളേര്. ഓ, ഞാൻ 6 വീട്ടിലെ വന്നേന്ന്. എന്തോ അവിടെ പോയത് 4 ഞാൻ ഏത് വെച്ച് പറയണം? ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വന്നതേ ഇന്നിപ്പോ എന്റെ ഡ്രൈവറേട്ട കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി ചേട്ടനെ വിളിച്ചില്ലേ, അന്ന് നമ്മൾ കൂട്ടിയിട്ട് വന്നില്ലേ. അപ്പം ഞങ്ങളെ മരിയോട് പറയാ, ശരണ്യ അന്ന് ചമ്മിപ്പോയെന്ന്. ഞാൻ ഒരാളുടെ മുമ്പിൽ ചമ്മുന്ന ആദ്യമായിട്ടാ കാണുന്നത് എന്ന് ആലോചിക്കേ. അതായത് ഞാൻ ഇങ്ങനെ കുടകുടാ പറഞ്ഞ് ഞാൻ ആൾക്കാരെ വഴി ഞാൻ ചമ്മിന്ന് പറഞ്ഞപ്പോ സത്യോ അപ്പൊ മരിയക്ക് മനസ്സിലായില്ലേ. ഇതാണ് എനിക്ക് സംസാരിക്കാൻ വന്ന സർവ്വകാര്യം കയ്യിൽ നിന്ന് പോയി. സർവ്വകാര്യം എന്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് എന്നതാ പറയേണ്ടതെന്ന് അറിയില്ല. സത്യത്തിൽ നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കും.
എന്തൊക്കെ ചോദിക്കണം എന്നൊരു സ്കെൽറ്റൻ ആ ഉണ്ടായിരുന്നു. ആ. വന്നത് സ്കെൽറ്റൻ ഇങ്ങനെ പൊടിച്ചു കളഞ്ഞു. എനിക്ക് പറയില്ല ചാരത്തി എല്ലാരും അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്ക് ഏതോ ഒരു ഇതിനകത്ത് കണ്ടായിരുന്നില്ല, മറ്റേ യാദൃച്ഛികമായിട്ടൊരു സാധനം നമ്മൾ ആ നമുക്ക് യാദർശികതയൊന്നുമില്ല. ഞാൻ വിളിച്ച് പറഞ്ഞ് 5-8-10 ദിവസം പുറകെ നടന്ന് എനിക്ക് ഫാമിലി ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞ് 26 ഇന്നൂടെ ഉള്ളു വീട്ടിലല്ലേ, ഇന്ന് എറണാകുളത്തിന് പോവാണ്. നമ്മുടെ പടത്തിന്റെ ചേട്ടന് പുതിയ പടമായല്ലേ? വിശേഷങ്ങൾ പറ. പുതിയ പടമായി, സിനിമ അങ്ങനെ ഉമ്മാരൊക്കെ പോയി ചന്ദനത്തിരിയൊക്കെ മേടിച്ചു പുതിയ പടമായി കത്തിച്ച് വെച്ചിട്ട്. പുതിയ സിനിമയിൽ ഇദ്ദേഹത്തിന് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സർ, പറയൂ. യമഹ ആരുടെയാണ് അത്? പിന്നെ ജഗദീഷ് സാറൊക്കെയാണ്. പിന്നെ ഡയറക്ടർ മധു തത്തമ്പള്ളി എന്ന് പറയുന്ന ഒരാള്, പിന്നെ സുരേഷ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആള് പ്രൊഡ്യൂസർ. നമ്മുടെ ഈ ലൊക്കേഷൻ തന്നെ, അതായത് പിന്നെ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിന്റെ വള്ളിക്കാവ്, അതല്ല അഴീക്കൽ ബീച്ച് എന്നൊക്കെ കേട്ടില്ലേ, ആ ലൊക്കേഷൻ അങ്ങോട്ട് പത്മരാജ സാറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു എന്റെ പൂജയൊക്കെ. ഞങ്ങൾ ബീച്ചിലൊന്നും പോവാത്തവരാ. ആണോ? ആ വളർത്തുന്നതാണല്ലേ ഇതിങ്ങളൊക്കെ. ചാവേറുകളൊന്നും അഴിച്ചിട്ടാ മതി. പണ്ട് ഷാജി സംഗീത മ്യൂസിക് അക്കാദമി പഠിച്ച് ഇവിടെ വന്ന് കല്യാണം കഴിച്ച്. നമ്മുടെയൊക്കെ നാട്ടിൽ പറയും തോട്ടുവക്കത്തും കണ്ടത്തിലും. തോടും കണ്ടോ മാത്രം പറയരുത്, കാരണം ആൾക്കാർ തിരികെ പണ്ടത്തെ ഇരട്ടപ്പേര് മാകരീന്നായി. ആൾക്കാർ അതൊക്കെ അവർക്കറിയാല്ലേ എന്ന് വിചാരിക്കും. എനിക്ക് മാക്രീന്ന് പറഞ്ഞപ്പോണ്ടല്ലോ ഇപ്പൊ അത് പറയുമ്പോ സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ചേട്ടാ അത് പറയുമ്പോ എന്റെ ആങ്ങളേനെ സ്കൂളില് മാക്രീന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അവന്റെ പേര് ശരത് എന്നാ. അപ്പൊ അവൻ നല്ല കറുത്തിട്ട് ചേട്ടനത്രയൊക്കെ പൊക്കമൊക്കെ ഉള്ളു. അപ്പൊ നിക്കണ്ട. അപ്പൊ അവൻ അന്നപ്പോ ഞാൻ കുഞ്ഞല്ലേ, അപ്പൊ നമ്മൾ ഇടി വെക്കുമ്പോ ഞാൻ അവനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിട്ട് അവനെ ഞാൻ നീ പോടാ മാക്കാച്ചി മാക്രീന്ന് പറയും. അപ്പൊ ചേട്ടനത് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ആ കാര്യം കണക്റ്റഡ് ആയി. എന്റെ കണ്ണും ഒക്കെ അങ്ങനെ ഇരിക്കുക, അതുകൊണ്ട് ഷേപ്പ് ഉണ്ടല്ലോ ആൾക്കാർ വിളിക്കുന്നത്. അവരെ കുറ്റമായിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മള് പറയല്ലേ സ്റ്റേജ് കെട്ടി കണ്ടെത്തി നാടകം കളിക്കുന്ന ടീംസാന്നൊക്കെ പറയുന്നത് ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് സ്ക്രീനില്? ഞങ്ങൾ ഷാജിയണ്ണ അങ്ങനെയാണോ? മാറ്റമൊന്നുമില്ല. ഷാജിയണ്ണൻ ഒപ്പ് ഇവിടെ ഇപ്പൊ വലിയ പുള്ളിയായെന്നുള്ള പ്ലാനിലൊക്കെയാ. ഷാജിയേട്ടനെ അറിയാൻ വേണ്ട. ഷാജിയേട്ടനെ ആരാധിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ ഓണാഘോഷത്തിന് ആരാധന കേട്ടായിരുന്നു. ഇവിടെ ഓണാഘോഷം ഉണ്ടായിരുന്നു, പയ്യന്മാരെല്ലാം കൂടെ. അപ്പൊ എന്നെ വിളിച്ചിട്ട് ആദരവൊക്കെ തന്നു. ഇവിടെ അടുത്ത് സുശീലൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ അവിടെ ചാടി ഇരുന്നിട്ട് തന്നെ അവിടെ അത്രയോ ആൾക്കാർക്ക് അവൻ തള്ളക്കി വിളിച്ചെന്നെ. അപ്പം നമുക്ക് അങ്ങനെ എല്ലാവരും അറിയും എന്നുള്ള അങ്ങനെ ധാരണൊന്നുമില്ല. നമുക്ക് ആൾക്കാർക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവർ ദേഷ്യം പ്രകടിപ്പിക്കും. അത് ഒരുപക്ഷെ വിവരമായിരിക്കാം, വിവരക്കേടായിരിക്കും, അത് വിഷയമല്ല. എന്നാലും ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനൊന്നും ഇല്ല. അല്ല ഷാജേട്ടാ, നിങ്ങൾക്ക് ഒരുപാട് ഷോസ് കിട്ടിയിട്ടില്ലേ ഇപ്പൊ വെളിയിൽ? അവിടെയൊക്കെ പോകുമ്പോ നിങ്ങളോട് ഭയങ്കര ഇതായിട്ടല്ലേ? അത് ഭയങ്കര കാര്യമാണ്. ആൾക്കാർ അവരെ ചിരിപ്പിക്കുന്നത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, ഞങ്ങള് ഈ ജീവിതത്തിൽ ഫുൾ ടൈം ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വിദേശം നമ്മൾ വിചാരിക്കും അമേരിക്കക്കാരന് ഇഷ്ടംപോലെ പൈസ കൊണ്ടുവരുന്നത്, പക്ഷെ അവൻ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നത്. ഈ ടെൻഷൻ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ, മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുക. അവർ പറയുന്നത് ടെൻഷൻ ഒന്ന് ഒഴിവാക്കാൻ 5 മിനിറ്റേ ഉള്ളൂ, നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയും. ചേച്ചി ഷാജിയേട്ടനെ കുറിച്ചുള്ള പൊതുവേ ഉള്ളൊരു പരാതി, ഇത് ലേറ്റസ്റ്റ് നമ്മുടെ ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഷാജിയേട്ടൻ സംസാരിക്കുന്നില്ല. അതായത് ഒരു നമ്മൾ പറയും, പണ്ട് പറയും ഈ കൊച്ചിനെ വെച്ചെടുത്ത് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം, 10 ദിവസം കഴിഞ്ഞാൽ ആ കൊച്ചിനെ നമുക്ക് അവിടെ നിൽക്കാം, ആ കൊച്ചെങ്കിലും പോകത്തില്ല. അങ്ങനത്തെ ഒരാൾ. അതായത് രനീഷേട്ടൻ ചോദിച്ചിരിക്കുമ്പോൾ ഉണ്ട് ഇല്ല. മത്സരത്തിന്റെ പ്രൈസ് പറയാൻ നേരത്ത് ഷാജിയേട്ടൻ എന്തേലും പറ, സന്തോഷം. മനസ്സിലായോ? ഈ രണ്ടുപേരും കവിതയിൽ ഒതുക്കുന്ന ആളാ. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോ എന്നോട് ഭയങ്കരമായിട്ട് സംസാരിച്ച്. ചേട്ടൻ ശരിക്കും സംസാരിക്കുന്ന ആളാണോ അത് അവിടെ അഭിനയിക്കുവാണോ? അഭിനയൊന്നുമല്ല, വിനയം. ആവശ്യമുള്ളിടത്ത് സംസാരിക്കുക, ആവശ്യമുള്ളിടത്ത് വാതുറക്കത്തുള്ളൂ. അതെന്നെ രാജേട്ടാ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വലിയൊരു പ്ലാറ്റ്ഫോം അല്ലേ. അവിടെ നമ്മള് സാധാരണ മനുഷ്യരാ, എന്തെങ്കിലും ഒരു അബദ്ധം വായിന്ന് വീണ് പോയാൽ പിന്നെ ബാഡ് മാർക്കായി തള്ളക്കി വിളിക്കുക. അല്ലാതെ തന്നെ ലൈഫിൽ നമ്മൾ ആവശ്യമുള്ള, ഞാൻ കുറച്ചുമ്പോ പറഞ്ഞില്ല, അതുപോലെ തള്ളക്കി വിളി കേട്ടോണ്ടിരിക്കുക. പിന്നെ എന്തിനാ വെറുതെ കമ്പിട്ട് കുത്തിയിട്ട് അതുപോലെ മേടിക്കുന്നത് വിചാരിച്ചു. അതാരെന്നൊന്നും അവർ നോക്കത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ കണ്ടാലോ എന്നെ വിളിക്കുമായിരിക്കും അല്ലേ? എല്ലാരും വിളിക്കട്ടെ, ഇവരുൾപ്പെടെ അനുഭവിക്കണം.
മറ്റൊരു ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പോ ഇവരെ കൂട്ടത്തോടെ അപ്പൊ എനിക്കും കൂടെ എല്ലാവരും കൂടെ കാര്യം പറഞ്ഞേ. ഇവളെന്താണ് അട്ടാസവും ചിന്തിക്കാൻ വയ്യ. പക്ഷെ ഞാൻ വാട്ടവർ ഇട്ട് അതൊന്നും എന്നെ മേടിക്കുന്ന പ്രശ്നമല്ല. ഞാൻ നമ്മള് കുറച്ചൊരു 10 മിനിറ്റ് നിന്നുള്ളെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും മറ്റേ അതൊന്നുമില്ല, അത് പറയുന്നില്ല, അത് ഞാൻ പറയുന്നില്ല. വീട്ടുകാരുടെ ചുണ്ടത്ത് ചിരി വളരെ ആത്മാർത്ഥമായിട്ട് വരുന്നെങ്കിൽ അവിടുത്തെ ഗൃഹനാഥൻ ഏറ്റവും മാന്യനും സഹകരണ മനോഭാവമുള്ള എന്നെ കൈയടിക്കാൻ വേണ്ടി ഇനി ഞാൻ എന്റെ ചേച്ചിയുടെ ഉള്ളതൊക്കെയാണോ ചേച്ചി പറഞ്ഞ് പടച്ചു വിടുന്നത്? അതെ. ചേച്ചിയോടെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കാം. ചേച്ചിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ പോയി കഴിഞ്ഞിട്ടാ ചേച്ചി പറഞ്ഞ ഇത്രയും നേരത്തെ പ്രകടനത്തിൽ എനിക്ക് തോന്നിയതാ. അതെ അങ്ങനാണ്, അതെ അങ്ങനാണോ, അതെ പാതി മയക്കത്തിലധികം ഞാൻ കുത്തി എണീപ്പിക്കേണ്ടി വരുമോ? ചേച്ചി കൊറേ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയാണല്ലോ ഒന്നും സംസാരിക്കാതിരുന്നത് എന്റെ അടുത്ത്. അങ്ങനൊന്നുമില്ല, ക്യാമറ ഉള്ളതുകൊണ്ടാണോ? ആദ്യമായിട്ടല്ലയോ? പക്ഷെ അല്ല, ആദ്യമായിട്ട് വന്നിട്ടാണെന്ന് പറഞ്ഞാൽ എന്നെ നല്ല വാരിയായിരുന്നു. അതിനുശേഷം എനിക്ക് കയറിയത്. എന്നെ ഈ പറയുന്ന ആദ്യത്തെ ഒരു പരിഗണനയും ചേച്ചി തന്നില്ല. എന്നെ എൻട്രൻസ് മുതൽ അടുക്കള വരെ എന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു ചേച്ചി. അതിനുശേഷം അതിന്റെ ജാളിറ്റിയൊക്കെ മറച്ചിട്ടാണ് ഞാൻ ചേട്ടൻ വരുന്നോടെ വരെ വെയിറ്റ് ചെയ്തിട്ട് കളസൊക്കെ ഇട്ട് വന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ചേച്ചി ചേട്ടനോട് അന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് പരിചയപ്പെടണം എന്നുണ്ടായിരുന്നു. ശരിക്കും അന്ന് ഗോവൻകുണ്ട ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും വേറെ ആളെടുക്കും, നമ്മുടെ തന്നെ ഓഫീസിൽ വേറെ ആളെടുക്കും. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി എന്തെടുക്കും ഗോവൻ ചേട്ടനെ വെച്ചിട്ട്? കാരണം ഇവരെ പോലുള്ള ആൾക്കാരുടെ കൂടെ നിന്നെങ്കിൽ നമ്മളെ പോലുള്ളവരുടെ ഫേസ് രജിസ്റ്റർ ആകത്തുള്ളൂ. ഇന്ന ആളല്ലേ, ഇന്ന ആളെ എടുത്ത ആളല്ലേ എന്ന് ചോദിക്കുന്നത്. പുകഴ്ത്ത് പോട്ടെ ഇല്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നിങ്ങളൊന്ന് പരിചയപ്പെടണം. അങ്ങനെ ചേട്ടനെ ഞാനിങ്ങനെ എൻ്റെ എന്താ പറയാ, എൻ്റെ ചേട്ടാ എന്നും വിളിച്ചിട്ട് ഞാൻ ഇന്ന ദിവസം വരുവേ, അപ്പൊ എന്നെ ഒഴിവാക്കാനെങ്കിലും 26 ഡേറ്റ് പറഞ്ഞു. പക്ഷെ എനിക്ക് ടെൻഷൻ ഇനി മാറുമോന്ന്. പിന്നെ 2 ദിവസം വിളിച്ചു. ഇന്നലെ ആയപ്പോ ഓക്കെ, എനിക്ക് ഓക്കെ. പക്ഷെ ചേട്ടാ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിൽ ഈക്വാലിറ്റി, സ്ത്രീ സമത്വം എന്ന് പറയുന്നത് ഭയങ്കര വിരളമാണ്. നമ്മൾ തന്നെ കാണാറുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരുമാതിരിപ്പെട്ട സാധാരണക്കാരുടെ വീടുകളിൽ എപ്പോഴും അവിടെ ഭരണം അല്ലെങ്കിൽ ആ വീട് ലീഡ് ചെയ്യുന്നത് എപ്പോഴും സ്ത്രീയായിരിക്കും. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞാനത് കണ്ടത് എൻ്റെ അപ്പനും അമ്മയിലാണ്. അച്ഛൻ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ശമ്പളം പോലും കൈകാര്യം ചെയ്യുന്നത് അമ്മയ്ക്കാണ്. അമ്മയ്ക്കത് അറിയാം. എന്നിട്ട് അച്ഛൻ 2 ദിവസം സാലറി കഴിച്ചിട്ട് അമ്മയോട് ഒന്ന് വണ്ടിക്കൂലിക്ക് പൈസ ചോദിക്കും. മനസ്സിലായത് അവർക്കറിയാം നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ. എന്നാ ചേട്ടന് വണ്ടിക്കൂലി ചേച്ചി തരുന്നില്ലേ? എന്നാ എനിക്ക് എറണാകുളത്തിന് പോകണം, പൈസ താടി. അതാണ് അവസ്ഥ. അങ്ങനെയാണോ? അത് പറഞ്ഞാൽ കഥയെന്ന് പറഞ്ഞ് അത് ആവശ്യമിരിക്കും. അങ്ങനെ ഞാൻ ഇതൊക്കെ നേരത്തെ ഇടണ്ടായിരുന്നു. പറ അത് പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് വന്നിട്ട് 100 രൂപ എന്തിനാ ചെയ്യും. എന്നിട്ട് അച്ഛൻ ആ വഴിക്കാൻ പോകും. കിട്ടത്തില്ലെന്നറിയാം. 2 മിനിറ്റ് വീണ്ടും തിണ്ട് കൊടുക്കും. ചേച്ചി പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. നമുക്ക് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. സ്ത്രീ ആധിപത്യം വിളയാടുന്ന ഒരു വീടാണിത്. മറ്റേ സീരിയലൊക്കെ കാണാറില്ലേ? അതന്നെ മറ്റേ കാപ്പി കൊണ്ടുവരാൻ പറയുമ്പോ സാരി തലപ്പത്തിട്ട് വരും. അതുപോലെയാണല്ലേ? പക്ഷെ തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഗതിയാണല്ലോ, നിങ്ങളുടെ ഗതി ഇതാണല്ലോ. പക്ഷെ അതൊരു ഭയങ്കര സുഖമുള്ളതാണ്. ചേട്ടൻ എന്നോട് ആദ്യം ഒരു ഡയലോഗ് പറഞ്ഞു, അമ്മയുണ്ടെങ്കിലേ അതൊക്കെ നടക്കുള്ളൂ എന്ന്. പക്ഷെ ഒരു സ്ത്രീക്ക്, അത് ഭാര്യക്ക് അമ്മയാവാനും കഴിയും. നിങ്ങൾ ആ ഒരു അമ്മ ഇപ്പൊ ശരിയായില്ലെങ്കിൽ പറഞ്ഞ ഞാൻ അവളുടെ അമ്മയാക്കി പറഞ്ഞാൽ തീർന്നില്ല. ഞാൻ പ്രേക്ഷകർ ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. ചേട്ടന്റെ കൗണ്ടർ വരുന്നത്. അതെ ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. ചേച്ചി അതുപോലെ നിങ്ങളെ നോക്കുന്നുണ്ട്. ചേച്ചിയുടെ മൂത്ത കുഞ്ഞായിട്ട് തന്നെ ചേച്ചി പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എന്തിനാണ് പൈസ എന്ന് ചോദിക്കുന്നത്. ആണോ പറ്റ കടൽ പോലെ കടിച്ചു വിടുവോ? പിന്നെ ഇറക്കി വിടും. ഇതിപ്പോ നമ്മൾ ആരും അഡ്ജസ്റ്റ് ചെയ്തൊന്നുമല്ല. കറക്റ്റ് സത്യങ്ങളെല്ലാം കയ്യിലെന്തേ. അത് വേറൊന്നുമല്ല. നമ്മൾ ആദ്യം പറയും ചേട്ടാ ഒന്ന് കടയിൽ പോയിട്ട് വാ,
സംഭവം അങ്ങനെ ആയിരിക്കും അല്ലേ ചേച്ചി? ഷാജേട്ടൻ ഇങ്ങനെ ഇരിക്കാറില്ല. ഷാജേട്ടാ അങ്ങനെയൊന്നുമില്ല. ആദ്യം പറയും, രണ്ടാമത് കേട്ടില്ല, അപ്പോഴേ താനം എടുത്തിട്ടില്ല. അപ്പോഴേ താനം എടുത്തിട്ടില്ല, ഇറങ്ങിപ്പോടാ. അത് പിന്നെ നമ്മള് കുക്ക് ചെയ്യൂലേ നമ്മള് സ്ത്രീകള്. ഒരിക്കലേ എന്നോട് ഉരുളക്കിഴങ്ങ് എടുത്തെറിഞ്ഞ് കിടക്കയിലെ കൃഷ്ണകുട്ടിയുടെ തലക്കായിരുന്നു കൊണ്ടത് അറിയോ? ഞാൻ കുഴിഞ്ഞു. അങ്ങനത്തെ വരെ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവര് പറയുന്നൊന്നും നോക്കണ്ടേ, ഇങ്ങനെ തന്നെ വേണം ഇവരെ നിലയ്ക്ക് നിർത്താൻ. അച്ഛൻ മറ്റേ ഇതായിരിക്കും, അച്ഛനെ ചെയ്യുന്നത് കാണുമ്പോഴേ ഇവന്മാര് അമ്മ എവിടെയാ സച്ചി, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് ഓടും. ഭയങ്കര രസമാണ്. ഞാൻ ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾക്കാരില്ല, ഉമ്മാര് വേറെ ജനൽ വഴിയൊക്കെ ചാടി. അടുത്ത പഞ്ചായത്തിൽ പോകും. പിന്നെ വൈകുന്നേരം കാണുന്നത്. മറ്റേ മറ്റേ ശാന്തമായ മറ്റേ അതിന്റെ പൊക്കത്ത് ഇങ്ങനെയൊക്കെ പോകും. മതിലിന്റെ മേളിൽ കൂടെ നോക്കുമ്പോൾ ചേച്ചി ഇവരൊക്കെ പറഞ്ഞത് ഉള്ളതാണല്ലേ. പിന്നെ അവർക്ക് ചേച്ചിക്ക് വേറെ എന്താ എന്റർടൈൻമെന്റ് ഉള്ള? ചേച്ചി എന്റർടൈൻ ചെയ്യും ചേച്ചി. അത്രേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ? വേറൊരാളുടെ ഭർത്താവിനെ അറിയാൻ പറ്റുമോ? പറഞ്ഞു കൊടുക്കുക. പ്രോത്സാഹിപ്പിക്കുക, കൈയടിച്ച്. എന്താ നിന്റെ വീട്ടിൽ ഇന്ന് ചായ ഇട്ടില്ലേ? ഇന്ന് ഭർത്താവ് ചായ ഇട്ട് തന്നില്ലേ? ഇട്ട് ഇടിക്കണം. അതാണ് നമ്മളുടെ ഒരു ആധിപത്യം അല്ലെ? ചേച്ചി കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ലാസ്റ്റ് പ്രമോദേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ ചെന്നപ്പോഴേ അന്ന് പ്രമോദേട്ടന്റെ വൈഫിനെ സൈഡാക്കിയെന്ന് പറഞ്ഞാൽ എന്നോട് ഭയങ്കര ചീത്തയായിരുന്നു. അതായത് ഞാൻ ഷാജേട്ടനോട് മാത്രം മീൻസ് പ്രമോദേട്ടനോട് മാത്രം സംസാരിക്കുന്നു. ചേച്ചി പക്ഷെ സംസാരിക്കും, പക്ഷെ ചേച്ചി അതുപോലെ തന്നെ ചിരിയും കൗണ്ടറും ഉണ്ട്. പക്ഷെ ചേച്ചിക്ക് അത് ചമ്മലായിരുന്നു പറയാനൊക്കെ, മനസ്സിലായോ? പക്ഷെ ഇവിടെ ഷാജേട്ടനെ കഴിഞ്ഞ് കടത്തി വെട്ടി ചേച്ചി കൗണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഭയങ്കര സന്തോഷം. നിങ്ങളുടെ കുടുംബം എനിക്ക് നമ്മളല്ല, എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ഭയങ്കര രസകരമായിട്ടായിരുന്നു. ആ ഒരു യൂണീക്ക് ഫീൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പഠിപ്പിച്ചിറക്കി നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട്, മാവേലിക്കര മോഹൻ എന്ന് പറഞ്ഞു. പ്രശസ്തനായ ഗാധികനും മധ്യതാക്കൂറിലെ ഏറ്റവും പ്രശസ്തനായ മ്യൂക്രി ആർട്ടിസ്റ്റും മുനിസിപ്പൽ കൗൺസിലർ, നല്ല രാഷ്ട്രീയ സംഘാടകൻ, അങ്ങനെയൊക്കെയുള്ള ആളാണ് പുള്ളിക്കാരൻ. നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും തമാശ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മളെപ്പോഴും ലൈഫ് ലഘൂകരിച്ചു. മക്കളൊക്കെ അതുപോലെ ഭയങ്കര തമാശ. അത് നല്ലതാ ചേട്ടാ. ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. നിങ്ങളൊരു പാട്ട് പാടിക്കുക. ഞാൻ കേട്ടു. ഞാനോ? ഓടിക്കോ. പാട്ടും അച്ഛൻ പാടുന്ന ബൈ അടിക്കുന്നത്. ഒന്നാമത് ഇല്ല, പുള്ളി തോക്ക് പോലെ നിൽക്കുന്നു. അതൊക്കെ എടുത്ത് അടിച്ച് കയറ്റി തരും ആരുണ്ടെങ്കിൽ. ഇനി ഞാൻ നിൽക്കുന്നില്ല ചേട്ടാ. താങ്ക് യു. അപ്പം താങ്ക് യു. പപ്പു ഭയങ്കര നാടകം, ഇവര് നാടകത്തിൽ അഭിനയിച്ച് ഭയങ്കര പ്രൈസൊക്കെ മേടിച്ചു കഴിയുമ്പോൾ വരാം, ഞാൻ ഉറപ്പായിട്ടും വരാം. അതുപോലെ സ്കൂളിൽ എല്ലാവരും ഷായിച്ചേട്ടൻ ഷായിച്ചേട്ടന്റെ മോനാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഭയങ്കര അപ്പന്റെ പേര് വിളിക്കാറുണ്ടോ? അതായത് ഗോപം കൊണ്ടേന്ന്. ഷാജി കുഞ്ഞു ഷാജി. ശരി, താങ്ക് യു.